അടുത്തതായിട്ട് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് 3 തിയറംസ് ആണുള്ളത്. ഒന്ന് ഗ്രീൻസ് തിയറം, പിന്നെ ഒന്ന് സ്റ്റോക്സ് തിയറം, പിന്നെ ഉള്ളത് ഗോസ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, സോ ഈ 3 തിയറംസ് ഉള്ളത്. ആദ്യം നമുക്ക് ഗ്രീൻസ് തിയറത്തിൽ തുടങ്ങാം. ഓക്കെ, സോ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള സെഷൻസിൽ ലൈൻ ഇൻറ്റഗ്രൽസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഓക്കെ, ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കർവ് ഉണ്ടാവും, ഒരു സി എന്ന് പറയുന്ന സാധനം, അതിലൊരു വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും. ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓവർ സി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അല്ലേ? ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ആദ്യം സിയുടെ ഒരു പാരാമീറ്ററൈസേഷൻ എഴുതും. എന്നിട്ട് നമുക്ക് എഫിനകത്ത് എക്സ് സിമ്പിളും വൈകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ പാരാമീറ്ററൈസേഷൻ കൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിന് ലിമിറ്റ്സ് കൊടുക്കാൻ നേരത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു സിംഗിൾ വേരിയബിൾ ഉള്ള ഒരു സാധനമായിട്ട് മാറും. ഓക്കെ, അതുപോലെ ഡി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുമായിരുന്നു? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം ഐ പ്ലസ് എൻ ജെ പ്ലസ് എം എൻ പി കെ എന്നാണെങ്കിൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണെങ്കിൽ ഇത് എന്താവും? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി എസ് ഇടാവും അല്ലേ, നമ്മുടെ എഫ് ഡോട്ട് ടി ആർ. ഓക്കെ, എന്നിട്ട് നമ്മൾ കർവിൻ്റെ പാരാമീറ്ററൈസേഷൻസ് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വേരിയബിൾ ആവും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കുറേ വേറെയുള്ള കുറേ മീനിങ്സ് ഒക്കെ നോക്കി. അതായത് എഫ് ഡോട്ട് യു ആർ നമ്മൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. എഫ് ഫോഴ്സ് ആണെങ്കിൽ ഈ സി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിന് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാത്ത് ആണെന്നുണ്ടെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇൻറ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. അതുപോലെ സി ഒരു ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ നമ്മൾ അതിനെ സർക്കുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സർക്കുലേഷൻ അറൗണ്ട് എന്ന് പറയും. ഇപ്പോൾ സി ഒരു ക്ലോസ് കർവ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സർക്കുലേഷൻ എന്ന് പറയും. ഇപ്പോൾ എഫ് കൺസർവേറ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് പാത്തിൽ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 0 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. സി ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ആ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ടി ആറിനെ നമ്മൾ സർക്കുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലൈൻ ഇൻറ്റഗ്രൽ പഠിച്ചപ്പോൾ തന്നെ വേറെയും കുറേ കാര്യങ്ങളോട് പഠിച്ചു. ഫ്ലക്സ് ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ അതായത് നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽ നമ്മൾ സാധാരണ എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് എഴുതാറുണ്ട്. നമ്മൾ ആ ഒരു നൊട്ടേഷൻ പ്രോബ്ലംസിൽ യൂസ് ചെയ്തിട്ടില്ല, ഡെഫിനേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഇസ് സെയിം ആസ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ടി ആർ. ഓക്കെ, സോ ഈ ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിലുള്ള ഒരു സാധനമാണ് എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ പ്രോബ്ലംസിൽ അത് യൂസ് ചെയ്യാറില്ല. ഞാനത് ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ നൊട്ടേഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആ കർവിൻ്റെ നോർമലുമായിട്ട് എടുക്കുവാണെങ്കിൽ ഇപ്പം ഇതിനെ പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിൽ കൂടെ എത്രത്തോളം വെക്ടർ ഫീൽഡ് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതായത് കർവ് എന്ന് പറഞ്ഞു. ഇപ്പം സർഫസ് ആണെന്നുണ്ടെങ്കിൽ ആ സർഫസിൽ കൂടെ ഇപ്പോൾ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നു അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വെക്ടർ ഫീൽഡ് ആ ഒരു കർവിൽ കൂടെയോ അല്ലെങ്കിൽ സർഫസിൽ കൂടെയോ പുറത്ത് പോകുന്നു എന്നുള്ളതാണ് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽസിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഗ്രീൻസ് തിയറം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രീൻസ് തിയറം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലെയിനിലുള്ള വെക്ടർ ഫീൽഡ്സിനെയാണ് നോക്കുന്നത്. സോ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇസഡ് ഉണ്ടാവില്ല, രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഐ കോർഡിനേറ്റും ജെ കോർഡിനേറ്റും ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ പ്ലെയിനിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ അവിടെ പ്ലെയിനിലുള്ള ഒരു കർവ് എടുക്കാമെന്ന്, ഒരു ക്ലോസ്ഡ് കർവ് എടുക്കാമെന്ന് വിചാരിക്കുക, സി. സോ ഈ സിയിലുള്ള നിങ്ങൾ ഗ്രീൻസ് തിയറത്തിന് രണ്ട് ടൈപ്പ് ഓഫ് ഫോംസ് ഉണ്ട്. സോ ഒന്ന് നമ്മൾ ഈ സിയിലുള്ള നമ്മൾ വെക്ടർ ഫീൽഡ് ലൈൻ ഇൻറ്റഗ്രൽ എടുക്കുകയെന്ന് വിചാരിക്കുക. സോ അതായത് എഫ് ഡോട്ട് ഡി ആർ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണിത്? അതായത് ഒരു സി എന്ന് പറയുന്നൊരു കർവ് എടുത്തു. കർവിൽ ഒരു വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ആണ്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ സി. ഓക്കെ, ഇനി സി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇതാണ് സർക്കുലേഷൻ. ഇത് സർക്കുലേഷൻ ആയിരിക്കും അല്ലേ? സർക്കുലർ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽ എടുക്കുന്നതാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഈ വെക്ടർ ഫീൽഡ് ഇതിന്റെ ബൗണ്ടറിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഇത് തരാൻ പോകുന്നത്. ഓക്കെ, നോ ദിസ് ഇത് നമ്മൾ ഫോർമുല വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നത്? എം ഐ പ്ലസ് എൻ ജെ മാത്രം മതി. കാര്യം പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് കേത്ത് കോമ്പൗണ്ട് ഇല്ല. സോ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാൻ പോകുക? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഡി ആർ ഇത്, എഫ് ഇത്, അപ്പോൾ എന്തായിരിക്കും എഫ് ഡോട്ട് ഡി ആർ? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ഓക്കെ, സോ ഗ്രീൻസ് തിയറം ഈ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയുടെ ഫോർമുലയാണ് തരാൻ പോകുന്നത്. അത് ബേസിക്കലി ഈ ലൈൻ ഇൻറ്റഗ്രലിൻ്റെ വേറെ രീതിയിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവർ പറയുന്നത് വെച്ചാൽ ഗ്രീൻസ് തിയറം പറയുന്നത് ഈ എഴുതുന്ന രീതി ഓർത്തോണം. സോ ദിസ് ഈസ് സെയിം ആസ് ഇൻറ്റഗ്രൽ ഓവർ ആർ. ഈ ആർ എന്താണെന്ന് ഞാൻ പറയാം. സോ ഇത് എഴുതുന്ന ഓർത്തോണം. ആദ്യം എടുക്കേണ്ടത് ഈ വൈയുടെ കൂടെയുള്ള സാധനം എടുക്കുക. വൈയുടെ കൂടെയുള്ള സാധനം എന്താണ്? എൻ ആണ്. സോ അതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻറ്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഇനി എക്സിൻ്റെ കൂടെയുള്ളത് എം, അതിനെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക.
ഇൻറ്റു ഡി എ. ദിസ് ഈസ് ഗ്രീൻസ് തിയറം. സോ എന്താ ചെയ്യുന്നത്? അതായത് ഒന്നുകൂടെ പറയാം, വൈയുടെ കൂടെയുള്ള എടുക്കുക, അതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെയുള്ള എടുക്കുക, അതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എക്സിൻ്റെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദ റീജിയൻ. ഓക്കെ, ഇനി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എനിക്ക് നോക്കി ക്ലോസ്ഡ് കർവ് സിയിൽ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഐ ക്യാൻ ഇൻ്റർചേഞ്ച് ബൈ എ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ദിസ് റീജിയൻ. ഓക്കെ, അതായത് ഗ്രീൻസ് തിയറം ഒരു ലൈൻ ഇൻറ്റഗ്രലിനെ ഒരു ഡബിൾ ഇൻറ്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ക്ലോസ്ഡ് കർവ് എടുക്കുവാണ്, അതിൻ്റെ ഉള്ളിലുള്ള റീജിയൻ ആണ് ആർ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ആ കർവിൽ കൂടെയുള്ള ലൈൻ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് പകരം ഉള്ളിൽ കൂടെയുള്ള റീജിയൻ്റെ ഡബിൾ ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുവാണ്. ഓക്കെ, ചില പ്രോബ്ലംസിൽ ലൈൻ ഇൻറ്റഗ്രൽ ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ചില പ്രോബ്ലംസിനകത്ത് ഈ ഡബിൾ ഇൻറ്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്ക് ലൈൻ ഇൻറ്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം, ചില കേസിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം, ചില കേസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡബിൾ ഇൻറ്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നമ്മളത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, സോ വൺസ് അഗെയിൻ വാട്ട് ഈസ് ഗ്രീൻസ് തിയറം തരുന്നത്? സോ ഗ്രീൻസ് തിയറം പറയുന്നത് എന്താ പറയണേ, നമുക്കൊരു കർവ് സി ഉണ്ട്, അതിലൊരു വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ആണെങ്കിൽ എങ്ങനെയാ, ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ, ഇതിനെ പറയുന്ന പേരാണ് സർക്കുലേഷൻ അല്ലെ, കാരണം ക്ലോസ്ഡ് കർവാണ് സർക്കുലേഷൻ. നൗ ദാറ്റ് ഈസ് ആക്ച്വലി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ആ ഈ റീജൻ എടുക്കുക, അതായത് കർവ് എൻക്ലോസ് ചെയ്യുന്ന റീജൻ എടുക്കുക, അപ്പോൾ അതിൽ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് എന്തോ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ അല്ലെ, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുന്നത്, വൈയുടെ കൂടെയുള്ള എടുക്കുക വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എന്ത് കൂടെ എടുക്കുക വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ ഐദർ ഡി എക്സ് ഡി വൈ ഓർ ഡി വൈ ഡി എക്സ്. ഓക്കെ, സോ ഇത് എന്തുവാണ് ഈ സാധനം എന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കേൾ ഉണ്ടല്ലോ, കേൾ ഓഫ് എഫ് ആണ്. കേൾ ഓഫ് എഫ് എന്ന് പറയുന്ന വെക്ടറാണ്, അതിൻ്റെ കെയുടെ കൂടെ വരുന്ന സാധനമാണ് ഇത്. ഓക്കെ, സോ കേൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചാണ്, ഐ ജെ കെ അല്ലേ, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ് അല്ലേ, അതുപോലെ തന്നെ എം എൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അതും കൂടെ വരും. സോ നമ്മളത് കഴിഞ്ഞ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചാണ് കേൾ, ആൻഡ് കേൾ ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചാണ് അല്ലേ. സോ ബേസിക്കലി ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ടി ആർ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഈ ബൗണ്ടറിയുടെ ചുറ്റും ഈ വെക്ടർ ഫീൽഡ് എങ്ങനെ കറങ്ങും എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ്. അത് നമ്മൾ കേൾ ഓഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റൊട്ടേഷൻ്റെ തന്നെ മെഷറാണ്. സോ ദാറ്റ് അത് നമ്മളപ്പോൾ കേൾ ഓഫ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ആക്ച്വലി ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. അതായത് ഒരു ലൈൻ ഇൻറ്റഗ്രലും ഡബിൾ ഇൻറ്റഗ്രൽ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നു യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കേൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഫോമിനെയാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ സർക്കുലേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സർക്കുലേഷൻ ഫോം. ഓക്കെ, ഒരു ഫോം കൂടെ ഉണ്ട്, രണ്ട് ഫോം ഉണ്ട്, രണ്ട് ഫോം ആക്ച്വലി സിമിലർ ആണ്. അതായത് നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽ പഠിച്ചപ്പോൾ തന്നെ ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റും പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഒരു കർവ് എടുക്കുകയാണെങ്കിൽ കർവിൽ എത്രത്തോളം വെക്ടർ ഫീൽഡ് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നതിനാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്, ഡി സിഗ്മ എന്ന് പറയും. ദാറ്റ് ഈസ് ആക്ച്വലി നമ്മൾ അവിടെ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻറ്റഗ്രൽ ഓഫ് എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് എന്ന് പറയുന്ന ഫോർമുല നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെയും കൂടെ ഫോർമുലേഷൻ നമ്മൾ പറയും, ഫ്ലക്സ് വെച്ചിട്ട് നമ്മൾ ഗ്രീൻസ് തിയറം പറയാൻ പോവാണ്. അതായത് ഒറിജിനലി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ്, ഇതാകുമ്പോൾ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. ഓക്കെ, ഇതെങ്ങനെ വരും എന്ന് പറയാമോ? അതായത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഗ്രീൻസ് തിയറം പഠിച്ച അതേപോലെ ഉള്ളത് എങ്ങനെ ഗ്രീൻസ് തിയറം പറയുന്നത്, ഈ ലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓവർ ആർ ആയിരിക്കണം, സിയിലുള്ള ഇൻറ്റഗ്രൽ എടുക്കണമെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ആരായിരിക്കും, അതെങ്ങനെ എഴുതാൻ പോണേ, എക്സിനുള്ള വൈയുടെ കൂടെ ഉള്ളത് എടുക്കുക വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ എന്ത് വരും, ഡോ എം ബൈ ഡോ എക്സ്. ശരിയല്ലേ, മറ്റതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. മൈനസ് ഇനി എന്താ വേണ്ടേ, ഇനി എക്സിൻ്റെ കൂടെയുള്ള എടുക്കുക, എക്സിൻ്റെ കൂടെയുള്ളത് മൈനസ് എൻ ആണ്, അതിവിടെ വരുമ്പോൾ എനിക്ക് എൻ എടുക്കാം, പ്ലസ് മൈനസ് പുറത്തേക്ക് ഉണ്ടാകും, ഇനി അതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അനദർ ഫോം. അതായത് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും എഴുതുന്ന രീതി സെയിം തന്നെയാണ്. ഓൺലി തിങ് ഈസ് ദാറ്റ് മറ്റേ സർക്കുലേഷൻ ഫോമിൽ ഞാൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് എഴുതും, ഇവിടെ ഇപ്പോഴത്തുള്ള ഫ്ലക്സിന്റെ ഫോർമുല കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ടി എ. സോ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ വെക്ടർ ഫീൽഡ് നമ്മളൊരു കർപ്പിൽ കൂടെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു മെഷറാണ് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ പഴയ സെമസ്റ്റർ നമ്മൾ പഠിച്ച സാധനം തന്നെ കേളിന്റെ കൂടെ തന്നെ പഠിച്ച സാധനം ഉണ്ടായിരുന്നു, ഡൈവർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. ഓർമ്മയുണ്ടോ? ഡൈവർജൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യണേ, ഇപ്പോൾ എഫ് വൺ ഐ പ്ലസ് എഫ് ടു ജെ പ്ലസ് എഫ് ത്രീ കെ ആണെങ്കിൽ ഡൈവർജൻസ് ഇസ് ഡോ എഫ് വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ടു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ത്രീ ബൈ ഡോ ഇസെഡ്. സോ സെയിം സാധനം തന്നെയാണ്, ഇവിടെ പ്ലെയിൻ ആയതുകൊണ്ട് കേത്ത് കോമ്പോണന്റ് ഇല്ല. സോ ദിസ് ഈസ് ആക്ച്വലി ഡൈവർജൻസ് ആണ്. ഡൈവർജൻസ് അവിടെ വെച്ച് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ, നെറ്റ് ഔട്ട് ഫ്ലോ തന്നിരുന്ന സാധനമാണ് ഡൈവർജൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇവിടെയും നമ്മുടെ കർവിന്റെ പുറത്തേക്ക് എത്രത്തോളം വെക്ടർ ഫീൽഡ് പോകുന്നു എന്നുള്ളതിന്റെ മെഷറാണ് ദാറ്റ് ഐ ആം റിലേറ്റിംഗ് ഇറ്റ് വിത്ത് ഡൈവർജൻസ് വിച്ച് ഗിവ്സ് യു ദ നെറ്റ് ഔട്ട് ഫ്ലോ.
അതാണ് ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് ഫോംസ് ഓഫ് പരീക്ഷയ്ക്ക് ചോദിക്കാം, രണ്ട് ഫോംസ് ഓഫ് ഗ്രീൻസ് തിയറം വേരിഫൈ ചെയ്യാൻ പറയാം. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ഫോം എന്താണ്? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. അതെങ്ങനെ എഴുതും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട്, ഓർത്തോണം, വൈയുടെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എക്സിന്റെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എളുപ്പമല്ലേ? ഇനി ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ആണെങ്കിൽ എങ്ങനെ എടുക്കുക? വീണ്ടും അതുപോലെ തന്നെ വൈയുടെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എക്സിന്റെ കൂടെയുള്ള എടുക്കുക, മൈനസ് എൻ പ്ലസ് ആവും ഡോ എൻ ബൈ ഡോ വൈ. ഓക്കെ, സോ ദീസ് ആർ ദ ടു ഫോംസ്. സോ ദിസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് സാധനം സർക്കുലേഷൻ ഫോം ചോദിക്കും, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഫോം ചോദിക്കും. സോ ഇതിനകത്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വേരിഫൈ ഗ്രീൻസ് തിയറം ചോദിക്കാം, അല്ലെങ്കിൽ യൂസിങ് ഗ്രീൻസ് തിയറം ഫൈൻഡ് ദ, ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റഗ്രൽ തരും, ഫൈൻഡ് ദ യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ ചോദിക്കാം. അപ്പൊ ഇത് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ യൂസിങ് ഗ്രീൻസ് തിയറം ഫൈൻഡ് ദ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്യണം. യൂസിങ് ഗ്രീൻസ് തിയറം ഫൈൻഡ് ദ ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്യണം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ നിന്ന് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്രീൻസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ടൈപ്സ് ഫോംസും ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഫോർമുലാസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കാം. സോ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഡബിൾ ഇൻറ്റഗ്രലും ലൈൻ ഇൻറ്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ്. സോ ഇത് ഞാൻ എം ഡി എക്സ് എന്ന് പറയും. വേറെ സാധനം പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ കൊടുത്തു, സെയിം പരിപാടി തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈയുടെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എക്സിൻ്റെ കൂടെയുള്ളത് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഫീൽഡ് ആ ബൗണ്ടറി കൂടെ എങ്ങനെ കറങ്ങുന്നു എന്നൊരു മെഷറാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന മെഷറാണ് സർക്കുലേഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോർമുല ഇതാണ്. എഫ് ഡോട്ട് ടി ഡി എസ് നിങ്ങളുടെ ഒന്നുമല്ല, നിങ്ങളുടെ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിന് വേറൊരു ഫോം ആയിരുന്നു എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ വെക്ടർ ഫീൽഡിനുള്ള ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടറാണ്. അതൊന്നും ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഫ്ലക്സ് ഫോം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലക്സിന്റെ ഫോർമുല ഇതായിരുന്നു. സോ ഇതാണ് ഫ്ലക്സിന്റെ ഫോം, സെയിം പരിപാടി തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ, ഒരു കർവിന്റെ പുറത്തേക്ക് എത്രത്തോളം വെക്ടർ ഫീൽഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വെക്ടർ ഫീൽഡ് വെലോസിറ്റി ആയിരിക്കും, എത്രത്തോളം ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നതിനുള്ള മെഷർ ആയിരിക്കാം. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം നിങ്ങളുടെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ മാറും. ഞാൻ വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്നാണെന്ന് പല പല ടൈപ്പ് ഓഫ് വെക്ടർ ഫീൽഡ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് വെക്ടർ ഫീൽഡ് ഉണ്ട്, പല പല സാധനങ്ങളുണ്ട്. അതിനനുസരിച്ച് എത്രത്തോളം സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിന്റെ മെഷറാണ് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ വേറൊരു ഫോർമുലയാണ് അതായത്. ഓക്കെ, സോ ഫ്ലക്സ് കണ്ടുപിടിക്കാനും ചോദിക്കാം. രണ്ട് ഫോംസ് ഉണ്ട്, രണ്ട് ഫോംസ് പഠിച്ചോണം, എളുപ്പം. ഓക്കെ, സോ വേരിഫൈ ബോത്ത് ഫോംസ് ഓഫ് ഗ്രീൻസ് തിയറം ഫോർ ദ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ ആൻഡ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, സോ നമുക്ക് നമുക്ക് പ്രോബ്ലം ശരിക്കും ചെയ്യാം. സോ ഇവിടെ എൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് നമ്മുടെ സാധനങ്ങൾ നമുക്ക് നോക്കാം. സോ ഇവിടെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ എം ഐ പ്ലസ് എൻ ജെ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് വൈ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഫസ്റ്റ് ഫോം എന്താ പറയണേ? ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എന്താണ്? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. ഓക്കെ, അതെന്താന്ന് പറയണ്ടേ? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസ് ഈക്വൽ ടു എന്താ പറയുക? ഇൻറ്റഗ്രൽ ഓവർ ആർ എന്താണ്? ഡോ എം ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ, ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. സോ അത് നമ്മുടെ റീജിയൻ നോക്കിയാൽ യൂണിറ്റ് സർക്കിളാണ്. ഏതാണ് ഓൾഡ് പാരാമീറ്ററൈസേഷൻ അറിയാം. നമ്മുടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ആർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ വേർ യുവർ 0 ലെസ് ആർ ഈക്വൽ ടു ടി ലെസ് ആർ ഈക്വൽ ടു 2π ആണ്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ ഇപ്പം എന്തായി? കോസ് ടി ആണ്. വൈൻ്റെ വാല്യൂ നമ്മൾ സാധാരണ ലൈനുകൾ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ചെയ്യണം. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും? ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. ടി വൈ എന്ന് പറഞ്ഞാൽ കോസ് ടി ആണ്. ഇപ്പം എം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. അപ്പം എന്താവും? കോസ് ടി മൈനസ് സൈൻ ടി ആണ് എം. ഇപ്പം എം ഡി എക്സ് എന്ന് പറയുമ്പോൾ കോസ് ടി മൈനസ് സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ്. ഇനി അടുത്തത് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എഗെയിൻ കോസ് ടി ആണ്. ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഗെയിൻ ഡി വൈ എന്ന് പറഞ്ഞാൽ അഗെയിൻ കോസ് ടി ആണ്. ഇതെല്ലാം കൂടെ എന്തായിരിക്കും? ഡി ടി എടുക്കണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഓവർ ദ ലിമിറ്റ്സ് ഓഫ് ടി വിച്ച് ഇസ് നത്തിങ് ബട്ട് 0 to 2π. ഓക്കെ, സോ ക്ലിയർ ആയോ? സോ നമ്മൾ സാധാരണ ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേഷൻ. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ നമ്മൾ പാരാമീറ്ററൈസേഷനിൽ നിന്ന് എക്സിൻ്റെ വാല്യൂസ് എഴുതി, വൈൻ്റെ വാല്യൂസ് എഴുതി, ഡി എക്സ് എഴുതി, ഡി വൈ എഴുതി. ഇനി എഫ് ഡോട്ട് ഡി ആർ കാണുക. അതായത് ഇവിടെ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ
എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ കാണുക, അതിനകത്ത് എക്സ് ഉള്ളിടത്തെല്ലാം കോസ്റ്റ് കൊടുക്കുക, വൈ ഉള്ളിടത്തെല്ലാം സൈൻ ടി കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് ഒന്ന് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എല്ലാവരും എന്തോരും. സോ ഇറ്റ് ഈസ് ആക്ച്വലി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. 0 to 2π എന്തോരും മൈനസ് കോസ് ടി സൈൻ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി വരും. അതായത് എത്ര വരും? ഇൻ്റഗ്രൽ 0 to 2π എന്താണ് 1 മൈനസ് കോസ് ടി സൈൻ ടി വരും. ക്ലിയർ അല്ലേ? സോ ഇൻ്റഗ്രൽ സ്ക്വയർ ടു 1 മൈനസ് കോസ് ടി സൈൻ ടി ഡി ടി വരും. നിങ്ങൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ആക്ച്വലി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 0 to 2π 1 മൈനസ് ഇതിനെ വേണമെങ്കിൽ സൈൻ 2t/2 ചെയ്യുക, ഡി ടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തോണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ 2π വരും. ഇനി ഫുറിയർ സീരീസ് ഫോർത്ത് കൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ 0 to 2πയിൽ സൈനോ കോസോ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് 0 ആവും, ബിക്കോസ് ഓഫ് ദാറ്റ് പീരിയോഡിസിറ്റി. അത് ഓർത്തോണം. ആ കർവ് മൊത്തത്തിൽ ഇവിടെ സൈൻ 2t 2 പ്രാവശ്യം കവർ ചെയ്യുന്നുണ്ട്. ഫുറിയർ സീരീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റണം അത് 0 ആണെന്നോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. സോ ഇറ്റ് ഇസ് 2π. സോ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കി നമ്മൾ അത് വെരിഫൈ ചെയ്യണം 2π തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചുള്ള നോക്കാം. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ, അതെങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽസ് വെച്ച് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഡോ എൻ ബൈ ഡോ എക്സ്? ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എക്സ് ആണ്. സോ ഡോ എൻ ബൈ ഡോ എക്സ് എന്ത് വരും? എൻ എക്സ് ആണെങ്കിൽ ഡോ എൻ ബൈ ഡോ എക്സ് 1 വരും. അതുപോലെ തന്നെ ഡോ എം ബൈ ഡോ വൈ എന്ത് വരും? ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? എം എക്സ് മൈനസ് വൈ ആണ്. സോ അത് -1 ആണ്. സോ ഇത് എന്ത് വരും? ഇത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 1 മൈനസ് -1 ഡി എ വരും. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 2 ഡി എ വരും. അതായത് 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ. സോ ഇത് ബേസിക്കലി 2 ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ. ഇപ്പോഴത്തെ റീജിയൻ ഏതാ? 2 ഇൻറ്റു ഏരിയ. ഇത് റീജിയൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. പക്ഷേ റേഡിയസ് 1 ആയതുകൊണ്ട് ഇത് 2π കിട്ടും. സോ ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സോ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും പറയുന്നുണ്ട്. 1 സെക്കൻഡ്, ഇത് രണ്ടും പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സർക്കുലേഷൻ ഫോമിൻ്റെ രണ്ട് ഫോംസ് നോക്കണം. സോ ഇതൊരു ഫോമാണ്. ഇനി മറ്റേ ഫോം നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അടുത്ത ഫോർമുല എഴുതാം. അടുത്ത ഫോർമുല എന്താ പറയുക? അതായത് എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് അല്ലേ? എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. അതിൻ്റെ ഫോർമുല എന്താണ്? അതിൻ്റെ ഫോർമുല എഴുതിക്കുക എന്തായാലും ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എ. ഓക്കെ, സോ അത് ഇതുപോലെ തന്നെ കണ്ടുപിടിച്ചേ. എം അറിയാലോ. എം എത്രയാണ്? എക്സ് മൈനസ് വൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ടി മൈനസ് സൈൻ ടി. ഡി വൈ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഡി വൈ എന്ന് പറഞ്ഞാൽ കോസ് ടി വരും. മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എക്സ് ആണ്. സോ കോസ് ടി ആണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ടി. സോ ഇത് പ്ലസ് സൈൻ ടി വരും. ഓക്കെ, സോ ഇത് ഇൻ ദ ലിമിറ്റ്സ് ഡി ടി ഉണ്ടാവും. ഡി ടിയുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 0 to 2π ആണ്. എഗെയിൻ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇതൊരു 0 to 2π എന്താണ്? സാധാരണ ലൈൻ ഇൻ്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. കോസ് സ്ക്വയർ ടി പിന്നെ മൈനസ് സൈൻ ടി കോസ് ടി പ്ലസ് കോസ് ടി സൈൻ ടി, അത് രണ്ട് വെട്ടിപ്പോവും, ഡി ടി വരും. സോ ദിസ് ഇസ് ആക്ച്വലി ഇൻ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ ടി ഡി ടി. ഓക്കെ, സോ അതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എല്ലാവരും പല രീതി ചെയ്യാം, ഇഷ്ടമുള്ള രീതി ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കോസ് സ്ക്വയർ ടീനെ ഞാൻ 1 പ്ലസ് കോസ് 2t/2 എന്ന് വിളിക്കും. ഇതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഇസ് ആക്ച്വലി 0 to 2π 1 പ്ലസ് കോസ് 2t ഡി ടി ആണ്. സോ 1ൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് 2π വരും. കോസ് 2t അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 0 to 2π ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫൊറിയർ സീരീസിൻ്റെ പരിപാടി വെച്ചിട്ട് അതെന്തായിരിക്കും? ജസ്റ്റ് പൈ. ഓക്കെ, സോ പൈ ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ അതിൻ്റെ അത് ശരിയാണെന്നുള്ളത് റൈറ്റ് സൈഡിൽ നമുക്ക് കൂടെ നോക്കാം. ഡോ എം ബൈ ഡോ എക്സ്. ഡോ എം ബൈ ഡോ എക്സ് എത്രയാണ്? ഡോ എം ബൈ എം എക്സ് മൈനസ് വൈ ആണ്. ഡോ എം ബൈ ഡോ എക്സ് പറഞ്ഞാൽ 1 വരും. അതുപോലെ ഡോ എൻ ബൈ ഡോ വൈ 0 ആണ്. സോ ഇറ്റ് ഇസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എ വരും. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ. ഇവിടെ ഏരിയ റീജിയൻ സർക്കിൾ ആണ്. സോ പൈ ആർ സ്ക്വയർ ആണ്. പക്ഷേ ആറിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പൈ. സോ മറ്റേ നമുക്ക് എത്രയാണ് കിട്ടിയത്? പൈ തന്നെ കിട്ടി. സോ രണ്ടും വെരിഫൈഡ് ആണ്. സോ ദിസ് ഈസ് ഹൗ യു വെരിഫൈ ഗ്രീൻസ് തിയറം. എളുപ്പമല്ലേ? ഓക്കെ, സോ ഇത് ഓർത്തോണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണെങ്കിലും എന്താണെങ്കിലും എഴുതാൻ പഠിച്ചോണം. എങ്ങനെയാണ്? വൈയുടെ കൂടെയുള്ളത് ആദ്യം എടുക്കുക, അതിന് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എക്സിൻ്റെ കൂടെയുള്ള എടുക്കുക,
അതിന് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പം ഏത് ഫോം വേണമെങ്കിലും, അപ്പോൾ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്, അത് നമ്മളെ ഫ്ലക്സ് പഠിച്ചു. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. എം ഡി എക്സ് മൈനസ് എൻ ഡി വൈ വന്നാൽ പോലും, അല്ലെങ്കിൽ ഏതൊക്കെ രീതി വന്നാലും എടുക്കേണ്ട രീതി മാത്രം ഓർത്തോണം. വൈയുടെ കൂടെയുള്ള ആദ്യം എടുക്കുക, വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് എക്സിൻ്റെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു പ്രോബ്ലം ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. സോ 2 ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രൽസ് ഉണ്ട്. ഇനി നോക്കിയേ, ഇനി ഇത് ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ യൂസിങ് ഗ്രീൻസ് തിയറം. സോ ഇത് നമുക്ക് ഇൻറ്റഗ്രൽ യൂസിങ് ഗ്രീൻസ് തിയറം വിച്ച് ഇസ് സ്ക്വയർ കട്ട് ഫ്രം ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ബൈ ദ ലൈൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1. സോ ഇവിടെ ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റിനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിന് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ, വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ സാധനങ്ങളും ഓരോ കർവിൻ്റെയും പാരാമീറ്ററൈസേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേസമയം നമുക്ക് ഗ്രീൻസ് തിയറം അറിയാവുന്നതുകൊണ്ട് എന്താ എഴുതാം, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം പറഞ്ഞാൽ ആദ്യം വൈയുടെ കൂടെ ഉള്ളത് എടുക്കുക, വൈയുടെ കൂടെ ഉള്ളതാ എക്സ് വൈ, അതിന് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കിട്ടും. കണ്ടാ, അത് വന്നിട്ട് എന്ത് ചെയ്യണം, എക്സിൻ്റെ മൈനസ് എക്സിൻ്റെ കൂടെ ഉള്ളത് എടുക്കുക, എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താണ്, മൈനസ് വൈ സ്ക്വയർ, അതിന് വിത്ത് റെസ്പെക്ട് എഗെയിൻ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, പ്ലസ് 2y വരും അല്ലേ. സോ എക്സിൻ്റെ കൂടെ ഉള്ളത് മൈനസ് വൈ സ്ക്വയർ ആണ്, അതിന് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 വരും, പ്ലസ് വരുമ്പോൾ 2y വരും. ഇനി ആ ഡി എ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓഫ് 3y dA. ഇനി റീജിയൻസ് ലിമിറ്റ്സ് കൊടുക്കണം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, ഓൾറെഡി നമുക്ക് ലിമിറ്റ്സ് എഴുതാൻ അറിയാം. സോ ഇത് ഡി എക്സ് ഡി വൈ എന്താണെങ്കിലും കൊടുക്കാം. എക്സിൻ്റെ വേരിയേഷൻ വരാൻ പോകുന്നത് 0 to 1, വൈയുടെ വേരിയേഷൻ വരുന്നത് 0 to 1, കാരണം ഇത് സ്ക്വയർ റീജിയൻ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. സോ ആൻസർ എന്താ, ഇൻറ്റഗ്രൽ 0 to 1 3 വരും, ആദ്യം എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും 1 വരും, പിന്നെ 3y dy വരും, എഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എൻ്റെ കൂടെ തന്നെ ചെയ്തോണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ലേ. 3y² 0 to 1, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 3/2. സോ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 4 കർവ് എഴുതി പാരാമീറ്ററൈസേഷൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരുന്നല്ലോ ഒറ്റയടി കണ്ടുപിടിക്കുന്നത്. സോ ചില പ്രോബ്ലംസിൽ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം, ചില പ്രോബ്ലംസ് തിരിച്ചുമായിരിക്കും കേട്ടോ, അത് പ്രോബ്ലം അനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ്. ഓക്കെ, സോ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് അത്, എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. സോ ഫ്ലക്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്, അതിൻ്റെ ഫോർമുലയാണ് എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. ഓക്കെ, സോ ഇവിടെ എം എത്രയാണ്, എക്സ് ആണ്, എൻ എത്രയാണ്, വൈ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് ഗ്രീൻ തിയറം ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചെയ്യാം അല്ലെ. ഗ്രീൻ തിയറം ആകുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിത് വീണ്ടും ആ സ്ക്വയറിൻ്റെ എല്ലാ പാരാമീറ്ററൈസേഷൻസും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ബൗണ്ടഡ് ബൈ ലൈൻസ് എക്സ് പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്ന റീജിയൻ, x1 ഇത്, x-1 ഇത്, y+1 y-1 ഇത്, y+4 ഇതാണ് ആ സാധനം. അപ്പോൾ നമ്മൾ 4 കർവ് എഴുതി പാരാമീറ്ററൈസേഷൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഗ്രീൻ തിയറം അപ്ലൈ ചെയ്യണം അല്ലേ. സോ ഗ്രീൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇത്, വൈയുടെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് എക്സിൻ്റെ കൂടെയുള്ള എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഡി എ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡോ എം ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 1, ഡോ എൻ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എത്ര വരും, 2y. സോ ദിസ് ഇസ് 1 + 2y വരും അല്ലേ. സോ ഡബിൾ ഇൻറ്റഗ്രൽ 1 + 2y ഡി എ ആണ്, എങ്ങനെ കൊടുക്കാം, ഇപ്പോൾ ഡി എക്സ് ഡി വൈ ഡി വൈ ഡി എക്സ് കൊടുക്കാം. ഓൾസോ ലിമിറ്റ്സ് ഈസ് ഫ്രം -1 to 1, -1 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ സാധാരണ ഇൻറ്റഗ്രേഷനാണ് ചെയ്യുക എന്താണുള്ളത്. ഓക്കെ, സോ ഇത് എത്ര വരും, ആദ്യം -1 to 1, 1 + 2y കോൺസ്റ്റൻ്റ് ആണ്, കാര്യം എക്സിൽ വിത്ത് റെസ്പെക്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ 1 - -1 2 വരും. ഓക്കെ, സോ നെക്സ്റ്റ് 2 × ഇൻറ്റഗ്രൽ -1 to 1 1 + 2y dy വരും. സോ ഇത് എഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 × 2 4 വരും. കാര്യം വെച്ചാൽ 1 × ഇൻറ്റഗ്രൽ എഗെയിൻ നിങ്ങൾക്ക് 2 1 തന്നെ വരും, പക്ഷെ അത് ലിമിറ്റ്സ് കൊടുക്കാൻ നേരത്തെ 2 വരും. ഇപ്പോൾ 2 × 2 4 വരും. ഇനി y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം, പക്ഷെ അത് എന്താണ്, അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഓഡ് ഫംഗ്ഷനെ -1 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 0 ആയിട്ട് പോകും. സോ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെയും പറയാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ യു കാൽക്കുലേറ്റ് ദ ഔട്ട്. സോ ഇതാണ് ഗ്രീൻസ് തിയറം. സോ ഗ്രീൻസ് തിയറം വളരെ സിമ്പിൾ ആണ്, അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഓരോ പ്രോബ്ലംസും. ഓക്കെ, താങ്ക് യു.